എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ അരിയുണ്ടയാണ് തയ്യാറാക്കുന്നത്. ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണിത്. വളരെ എളുപ്പവും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള അരിയുണ്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. നല്ല നാടൻ അരിയുണ്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് മട്ടേരി എടുത്തിട്ടുണ്ട്. മട്ടേരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് റേഷൻ അരി വെച്ചിട്ടും ഉണ്ടാക്കാം. ഈ അരി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാർത്തെടുത്തിട്ട് വരാം. അരി കഴുകി എടുത്തിട്ട് വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇനി നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കാം. അരി വറക്കാനായിട്ട് അടി കട്ടിയുള്ള പാത്രമാണ് വേണ്ടത്. ഞാനിവിടെ ഒരു വലിയ ചീനച്ചട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായ ശേഷം ഇതിലേക്ക് കഴുകി വെള്ളം വാരാൻ വെച്ചിട്ടുള്ള മട്ടേരി ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, അപ്പൊ അരി കരിഞ്ഞു പോവും. മട്ട അരി ആയതുകൊണ്ട് കുറച്ച് ടൈം അധികം വേണം നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പോലെ തന്നെ മൊരിഞ്ഞു വരണം, എന്നാൽ മാത്രമേ നമ്മളെ അരി പൊടിക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടുള്ളൂ. അരി നല്ല പോലെ വറുത്തെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ചെറിയൊരു തരിയോടെ ഉണ്ടാവും. അരിയുണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ ഈ അരി വറുത്തെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ പെട്ടെന്ന് ആവണം എന്ന് വിചാരിച്ചിട്ട് ഫ്ലെയിം ഒക്കെ കൂട്ടി വെച്ചിട്ട് വറുത്താൽ അരി കരിഞ്ഞു പോകും. ഇപ്പൊ അരിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട്, കുറച്ചൊരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. അരി ഇതാ നല്ല പോലെ തന്നെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതേ പാത്രത്തിലേക്ക് 1/2 കപ്പ് നിലക്കടല ഇട്ട് കൊടുക്കാം. വറുത്ത കടലയായാലും ഒന്നുകൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ പെട്ടെന്ന് ഇതിന്റെ തൊലി ഇളകി കിട്ടും. ഇത്രയും ചൂടായ മതി. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്ത ശേഷം ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. ഇനി അതേ പാത്രത്തിലേക്ക് 1/2 കപ്പ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നിലക്കടലയും അണ്ടിപ്പരിപ്പും ഒക്കെ ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഉണ്ടക്ക് നല്ല ടേസ്റ്റും കൂടും, അതുപോലെ തന്നെ അത്രയും ഗുണവും കിട്ടും. അണ്ടിപ്പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് 1 കപ്പ് നല്ല ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം. തേങ്ങയിലുള്ള ആ ഒരു വെള്ളത്തിന്റെ അംശം ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉണ്ട ഉണ്ടാക്കി വെച്ചാൽ കുറെ നാള് കേടുകൂടാതിരിക്കും. നമ്മൾ പച്ച തേങ്ങ അതുപോലെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് കേടുവരും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറെ നാള് കേടുവരില്ല കേട്ടോ. കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടക്ക് കുറച്ച് രുചിയും കൂടും. തേങ്ങയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്, അധികം കളറൊന്നും അങ്ങോട്ട് മാറണ്ട. അപ്പൊ വെള്ളത്തിന്റെ അംശമൊക്കെ മാറി വന്നിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് തേങ്ങ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തേങ്ങ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. 1 കപ്പ് ശർക്കര പൊടിച്ചെടുത്തതാണിത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഉരുകി കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്. ശർക്കരപ്പാനി കുറച്ച് കട്ടിയിലാണ് വേണ്ടത്. ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് അരിച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. വറുത്ത് വെച്ച അരി പൊടിക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ജാർ എടുക്കുമ്പോൾ ഒട്ടും തന്നെ നനവ് പാടില്ല, നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. 2 തവണയായിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. ഇത് ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു തരിയോടെ വേണം പൊടിച്ചെടുക്കാൻ, അങ്ങനെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണ്ട. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള അരിയും കൂടി പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 6 ഏലക്ക തൊലി കളഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി പൊടിച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നിലക്കടല ഉണ്ടല്ലോ, തൊലി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് അരിഞ്ഞു പോവരുത്. അപ്പൊ കടലയിൽ നിന്നും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പിൽ നിന്നൊക്കെ എണ്ണ വരും, അപ്പൊ കുഴഞ്ഞ പോലെ ആയിപ്പോകും. ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, ഇതേ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചേർക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് ചെയ്യുമ്പോഴാണ്. തേങ്ങ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. പൾസിലിട്ടിട്ട് 2-3 തവണ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ കൂട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടോടെ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്.
ഇതിന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചൂടോടെ തന്നെ ചെയ്യണം. ശർക്കരപ്പാനി കൂടിപ്പോവരുത്. നല്ല കട്ടിയിൽ തന്നെ ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കണം. ഇനി ഇത് കൈ കൊണ്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് തണുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഡ്രൈ ആവും. നമുക്ക് ഓരോ ഉരുളയാക്കി എടുക്കാം. നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടേ ഉണ്ട, അതിനനുസരിച്ചിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതാ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഉണ്ട കഴിക്കാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉരുളയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ഓരോന്നായിട്ട് ഉരുട്ടി വെക്കാം. ഉണ്ട ഇതാ ഓരോന്നായിട്ട് ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് കഴിക്കാൻ വേണ്ടി. നമ്മൾ ഇതിലേക്ക് നിലക്കടലയും അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നെയ്യിൽ തേങ്ങയൊക്കെ വറുത്തെടുത്തത് കൊണ്ട് നല്ല ടേസ്റ്റ് ആണ്. മാത്രമല്ല ഇത് കുറേ നാള് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. നമുക്കിത് വൈകുന്നേരങ്ങളിൽ 4 മണി പലഹാരമായിട്ട് ചായക്ക് കഴിക്കാവുന്നതാണ്. മാത്രമല്ല കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഈ ഉണ്ട ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും. ഈ ഉണ്ട ഒന്ന് പൊട്ടിച്ച് നോക്കാം എത്രമാത്രം സോഫ്റ്റ് ഉണ്ടെന്ന്. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ മട്ട അരി കൊണ്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടയാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. മട്ട അരി കൊണ്ടുള്ള ഈ ഉണ്ടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. നമ്മുടെ ചാനലിന് തൊട്ട് താഴെ കമന്റിനടുത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി ഉണ്ട്. അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.